മനോജ് ഇന്ന് ഒരു ദൗത്യം അത് പൂർണ്ണമായിട്ട് തണ്ടർ ബോൾട്ട് അതുപോലെ NDRF ഒക്കെ ഉൾപ്പെട്ട ഒരു ദൗത്യം 15 പേരെ രക്ഷപ്പെടുത്തിയ ഒരു ദൗത്യം അതല്ലേ പൂർണ്ണമായിട്ട് ചിത്രീകരിച്ചു 18 പേരെ രക്ഷപ്പെടുത്തിയത് ഒന്ന് പറയാമോ മനോജ്? തീർച്ചയായും ഇത്തരത്തിൽ അവിടെ അകപ്പെട്ടു പോകുന്ന രക്ഷാപ്രവർത്തകരുണ്ട്. കാരണം ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന മൃതശരീരങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊക്കെ കൊണ്ട് അവർ ഇവിടേക്ക് വരികയാണ്. അപ്പോൾ അതിനുവേണ്ടി പോയിട്ടുള്ള ഒരു സംഘം, ആ സംഘം കഴിഞ്ഞ ദിവസമാണ് അവിടെ കുടുങ്ങിയത്. അപ്പോൾ ഈ വിവരം ഇവർക്ക് നൽകുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഇവരെവിടെയാണെന്നുള്ള പരിശോധന ഓരോ വിഭാഗവും നടത്തുന്നുണ്ടായിരുന്നു. NDRFൻ്റെയും അതുപോലെ തന്നെ തണ്ടർ ബോട്ടിൻ്റെയും മറ്റ് ഫയർഫോഴ്സിൻ്റെയും വനവകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ ഈ പരിശോധന ആരംഭിക്കുന്നു. രാവിലെ മുതൽ നമുക്ക് ആ വിവരം ലഭിക്കുന്നു. പക്ഷേ ഇവരെവിടെയാണ്, ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒരു ഡ്രോൺ പരിശോധന നടത്തിയ സമയം ഇവരെവിടെയാണെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റി. അങ്ങോട്ടേക്ക് ഓരോ സംഘവും പുറപ്പെട്ടു എന്നുള്ളതാണ്. പുറപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് വിവരം ലഭിച്ചു. ഇവർ എവിടെ നിന്നാണോ കണ്ടുപിടിച്ചത് അങ്ങോട്ടേക്ക് നമുക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ്. അവരോടൊപ്പം തന്നെ നമ്മൾ പോയി. അതിനുശേഷം ഇവരെ കൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളൊക്കെ കണ്ടത്. അവരോടൊപ്പം ആ ദുർഘടമായിട്ടുള്ള വഴികളിൽ നിന്ന് അവസാനം അവരെ കണ്ടെത്തി, അവരെ കൊണ്ടുവന്നു. അവരുടെ കയ്യിലൊരു ബോഡി പാർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ DNA മാത്രം കുറച്ച് എടുത്ത് അതിന് സാമ്പിൾ എടുത്ത ശേഷം അവർ മറ്റത് അവിടെ തന്നെ, ബാക്കിയുള്ളത് അവിടെ തന്നെ സംസ്കരിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ നിരവധി രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർക്ക് വേണ്ട പരിശീലനം, അതോടൊപ്പം അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് ഇന്ന് ഈ ഓരോ വിഭാഗവും NDRFും തണ്ടർബോൾട്ടും ഒക്കെ ഇടപെട്ട് നടത്തിയത്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം, ആ കാഴ്ച നേരത്തെ സൂചിപ്പിച്ചു, ഒരു ആൽമരം മാത്രമാണ് അവിടെ ബാക്കിയുണ്ടായിരുന്നത്. ആ ആൽമരം ഇല്ലായിരുന്നെങ്കിൽ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ദുഷ്കരമാകുമായിരുന്നു. കാരണം ഒന്നിലും കയറ് കെട്ടാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ അങ്ങനെ ഓരോ ശേഷിപ്പുകൾ മാത്രം അവിടെ ഉണ്ട്. മറ്റ് കെട്ടിടങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് പോയതാണ്. അടയാളപ്പെടുത്തലാണ്, ആൽമരം ഒരു അടയാളപ്പെടുത്തലാണ് അല്ലേ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ്, അത് മനുഷ്യനെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിൽ ഈ റിസോർട്ടുകളും മറ്റ് തരത്തിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുമ്പോൾ നിയന്ത്രണം വേണം. അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഈ ജനങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇനിയുള്ളത് ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കുക, അവരുടെ മുൻപോട്ടുള്ള ജീവിതം, അവർക്ക് പുതിയൊരു ജീവിതം നൽകുക എന്നുള്ളതാണ്. അത് എത്തരത്തിലാകണമെന്ന് ഇവർക്കൊരു ആശങ്ക നിലനിൽക്കുന്നത്. ഇന്ന് ഞാൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയപ്പോൾ അവരൊക്കെ തന്നെ സംസാരിക്കുന്നത്, മുൻപ് ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്, അവരെയൊക്കെ നമുക്കറിയാം, പക്ഷേ അവർക്ക് എന്തുണ്ടായി എന്നുള്ള കാര്യം, പുത്തുമല ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളെ അതിജീവിച്ചവർ അല്ലേ, വിദൂരമല്ല, അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ കാഴ്ച അവർ കാണുന്നതാണ്. അപ്പോൾ അവർക്കൊരു ആശങ്ക ഉണ്ടാകുകയാണ്, ഇനി എങ്ങോട്ടായിരിക്കും, എങ്ങനെയായിരിക്കും മുൻപോട്ടുള്ള ജീവിതം എന്നുള്ള ആ ആശങ്കയ്ക്കുള്ള മറുപടിയാണ് ഇവിടെയുള്ള സർക്കാർ നൽകേണ്ടത്.